നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് എന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും വികസന കുതിപ്പിന്റെയും ഒപ്പം തീരാത്ത ജനകീയ പ്രശ്നങ്ങളുടെയും കാലഘട്ടമായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഇടതും വലതും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു പോരാട്ടം. ജില്ലയിലെ ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 6 LDF-ഉം 5 UDF-ഉം നേടിയ ആ കാലത്ത് വോട്ട് വിഹിതത്തിൽ LDF 49.8%, UDF 43.2%-മാണ് നേടിയത്. AP അബ്ദുള്ളക്കുട്ടിയിലൂടെ കണ്ണൂർ മണ്ഡലവും KM ഷാജിയിലൂടെ അഴീക്കോടും UDF-ന് വലിയ ആവേശം പകർന്നു. ഇരിക്കൂർ, പേരാവൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളും അന്ന് വലതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നു. BJP വെറും 5.1% വോട്ടുകളിൽ ഒതുങ്ങിയ ഒരു കാലമായിരുന്നു അന്നത്തേത്. എന്നാൽ 2016 എത്തിയപ്പോൾ ചിത്രം മാറിമറിയാൻ തുടങ്ങി. LDF തങ്ങളുടെ ആധിപത്യം 8 സീറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുകയും വോട്ട് വിഹിതം 51.2% ഉയർത്തുകയും ചെയ്തു. UDF വോട്ട് വിഹിതം 37.8% കൂപ്പുകുത്തുകയായിരുന്നു അന്നത്തെ ആ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിണറായി വിജയൻ ധർമ്മടത്തു നിന്നും വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടതും കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ മണ്ഡലം LDF-നായി തിരിച്ചു പിടിച്ചതും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യത്തോടെയാണ് കണ്ടത്. BJP തങ്ങളുടെ വോട്ട് വിഹിതം 9.6% ഉയർത്തിയത് BJPയുടെ കരുത്ത് കാണിക്കുന്ന ഒരു വർഷമായി 2016 മാറ്റാനും കാരണമായി. 2021 കണ്ണൂർ ജില്ല ഒരു സമ്പൂർണ്ണ ഇടതു കോട്ടയായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വോട്ട് വിഹിതം വീണ്ടും വർദ്ധിപ്പിച്ച് 53.4% LDF 11 സീറ്റുകളിൽ 9 സീറ്റുകളും തൂത്തുവാരി. UDF-ന്റെ വോട്ട് വിഹിതം വീണ്ടും കുറഞ്ഞ 36.5%-ലും എത്തി നിൽക്കുന്നു. UDF-ന്റെ അജയ കോട്ടയെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന അഴീക്കോട് മണ്ഡലം KV സുമേഷിലൂടെ ഇടതുപക്ഷം പിടിച്ചെടുത്തു. മട്ടന്നൂരിൽ നിന്നും KK ശൈലജ ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചതും തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ കരുത്തുറ്റ വിജയവും ജില്ലയിലെ രാഷ്ട്രീയ ചലനങ്ങളുടെ വ്യക്തമായ സൂചനയായിരുന്നു. സണ്ണി ജോസഫിലൂടെ പേരാവൂരും സജീവ് ജോസഫിലൂടെ ഇരിക്കൂറും നിലനിർത്താൻ സാധിച്ചത് മാത്രമാണ് UDF-ന് അല്പമെങ്കിലും ആശ്വാസം പകർന്നത്. എന്നാൽ ഈ വിജയങ്ങൾക്കിടയിലും താഴെത്തട്ടിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDF നടത്തിയ തിരിച്ചുവരവ്, പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ UDF-ന്റെ വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ വോട്ടിംഗ് രീതിയിൽ മാറ്റം ഉണ്ടാക്കുമോ എന്ന ചോദ്യവും ഉയർത്തുന്നു. രാഷ്ട്രീയ കണക്കുകൾക്കപ്പുറം കണ്ണൂരിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജില്ലയിലെ മലയോര മേഖലകൾ സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആറളം, കൊട്ടിയൂർ മേഖലകളിൽ വന്യജീവി ആക്രമണം നിത്യ സംഭവമായി മാറി. കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതിനൊപ്പം റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ വിലത്തകർച്ച മലയോര ജനതയുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുകയും ചെയ്തു. കടബാധ്യത മൂലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളും നമ്മളെ നടുക്കിയതാണ്. അതിലേറ്റവും ഒടുവിലത്തെ വാർത്തയാണ് മികച്ച കർഷകനുള്ള അവാർഡ് അടക്കം പല ബഹുമതികളും നേടിയ കണ്ണൂർ ചെറുപുഴ സ്വദേശിയായ അമ്പാട്ട് ഏലിയാസ് എന്ന കർഷകന്റെ ആത്മഹത്യ. ബഫർ സോൺ നിയന്ത്രണങ്ങളും പട്ടയ പ്രശ്നങ്ങളും മലയോര ജനതയെ ഇന്നും ആശങ്കയിലാഴ്ത്തുന്നു. ഈ ജനവിഭാഗത്തിന്റെ പ്രതിഷേധങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭരണവിരുദ്ധ വികാരമായി മാറാനുള്ള സാധ്യതകളും വളരെ വലുതാണ്. വികസനത്തിന്റെ കാര്യമെടുത്താൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വരവ് ജില്ലയുടെ ഭൂപടം തന്നെ മാറ്റിമറിച്ച ഒന്നാണ്. ടൂറിസം മേഖലയിലും പ്രവാസി മേഖലയിലും ഇത് വലിയൊരു ചലനം തന്നെ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ദേശീയപാത വികസനവും അഴീക്കൽ തുറമുഖത്തിന്റെ നവീകരണവും ജില്ലയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തിയെന്നതും സത്യമാണ്. എന്നാൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസവും തീരദേശ മേഖലയിലെ കടലാക്രമണ പ്രശ്നങ്ങളും ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നഗരമേഖലകളിൽ വികസനത്തിന്റെ തിളക്കമുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളിൽ തൊഴിലില്ലായ്മയും വ്യവസായങ്ങളുടെ അഭാവവും ജില്ല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭരണവിരുദ്ധ വികാരം കണ്ണൂർ ജില്ലയിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും നിർണായകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭകളിലും കോർപ്പറേഷനിലും UDF-ന് ലഭിച്ച വർദ്ധിച്ച പിന്തുണ ഇടതു മുന്നണിക്കൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ അഴീക്കോട്, കണ്ണൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശക്തമായ അട്ടിമറിക്കുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും CPM-ന്റെ താഴെത്തട്ടിലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും മുഖ്യമന്ത്രിയുടെയും മറ്റ് പ്രധാന നേതാക്കന്മാരുടെ സാന്നിധ്യവും ജില്ലയിൽ LDF-ന് വലിയ കവചമൊരുക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വികസന ചർച്ചകൾക്കൊപ്പം തന്നെ കർഷകരുടെ കണ്ണുനീരും മലയോര ജനതയുടെ അതിജീവന പോരാട്ടങ്ങളും പ്രധാന ചർച്ചാ വിഷയമാകുമെന്നതും ഉറപ്പാണ്.